ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹറും കൊണ്ടു നടന്നവർ. കൊച്ചിയിലൊക്കെ ആണും പെണ്ണും തോളത്ത് കൈയിട്ടിട്ട് നടക്കുന്ന കാഴ്ച കാണാൻ തുടങ്ങിയിട്ട് ഇപ്പം 2 കൊല്ലമായിട്ടേ ഉള്ളൂ. തട്ടത്തിൻ്റെ സമയത്ത് ഞാനിത് ഭയങ്കരമായിട്ട് ആലോചിക്കുമായിരുന്നു. ആണും പെണ്ണും തമ്മിൽ ഒരു പരിധി കൂടുതൽ റൊമാൻസ് അവർ വേർബലി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിൽ കൂവും. അതുകൊണ്ട് ഇവർ തമ്മിൽ അധികം സംസാരിക്കേണ്ടെന്ന് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ആൾക്കാർ കത്ത് എഴുതുമായിരുന്നല്ലോ, അത് ക്രിഞ്ചായി. പിന്നെ സിനിമയിൽ മരം ചുറ്റി പ്രേമം ഉണ്ടായിരുന്നു, അത് ക്രിഞ്ചായി. ക്രിഞ്ചായി റൊമാൻറ്റിക് എക്സ്പ്രഷൻ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ കംപ്ലീറ്റ്ലി ഇത് എക്സ്പ്രസ് ചെയ്യാണ്ടാവോ എന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. കൊതിച്ചിട്ടും വരാനെന്തേ വൈകി നീ, എത്ര വിളിച്ചിട്ടും വരാതെങ്ങും. റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഉണ്ട്, പക്ഷേ അതിലല്ല സിനിമ ബേസ് ചെയ്തിട്ടുള്ളത്. അത് കടന്നു പോകും. പക്ഷേ നമ്മൾ പറയുന്നത് ഈ കൂട്ടുകാരുടെ കഥ തന്നെയാണ്. അപ്പോൾ ഇതിൽ മിക്കവാറും ക്രിഞ്ച് അപവാദം കുറവായിരിക്കാം. റെമ്യൂണറേഷൻ്റെ കാര്യമാണെങ്കിലും ഡേറ്റിൻ്റെ കാര്യമാണെങ്കിലും ഇവരെല്ലാം വെളിയിൽ മേടിക്കണേക്കാട്ടിലും നമ്മൾ ഇത്രയും സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യാന്നൊരു ഡിസിഷൻ എടുത്തു. വിനീത കഥാപാത്രം ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കും. നാട്ടുകാർ കണ്ട ക്രിഞ്ച് എന്ന് പറയുമ്പോഴാണ് ഞാൻ തൂക്ക്. ഒരു 10-11 പാട്ടുകൾ എന്തായാലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് പ്രണവും ഒന്ന് ധ്യാനം. ഈ രണ്ടുപേരുടെ ഒരു മാറ്റമുണ്ട് സിനിമയിൽ. അപ്പം ഞാനൊരു ദിവസം സുചി ആൻറ്റീനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡബ്ബ് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് സുചി ആൻറ്റി. അപ്പോ എന്ന് ചോദിച്ചു. എടാ ഞാൻ വന്ന് കണ്ടോട്ടെ. ഞാൻ പറഞ്ഞു വാ എന്നിട്ട് അങ്ങനെ ഒരു ദിവസം വന്ന് കണ്ടപ്പോൾ എടാ ഇവൻ ഇത്ര സ്പീഡിൽ മലയാളം പറയും. ഇമോഷണലി ഹെവി ആയിട്ടുള്ള സീനുകൾ വരുമ്പോൾ മാത്രം ദൂരെ മാറി എന്നിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരും. അല്ലാത്ത സമയത്ത് ധ്യാൻ തന്നെയാണ്. മലർവാടി ആർട്സ് ക്ലബ്ബ്, തട്ടത്തിൻ മറയത്ത്, അത് കഴിഞ്ഞിട്ട് ജേക്കബിൻ്റെ സ്വർഗരാജ്യം, തിര ഇടയ്ക്കുണ്ട്, പിന്നെ നമ്മൾ ഹൃദയത്തിൽ വന്നു, ഇപ്പോൾ വന്ന് നിൽക്കുന്ന പടം വർഷങ്ങൾക്ക് ശേഷം. ഈ തിര ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ വേറെ പടങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള അഭിപ്രായം വരുമ്പോഴും ഈ ക്രിഞ്ച് പിന്നെ പൈകിളി എന്നൊക്കെ പറയുന്ന ജോണറുകളിൽ ചില ട്രോളൊക്കെ വരും. പക്ഷെ ട്രോളുകൾക്ക് അപ്പുറത്തേക്ക് ഇത് ആസ്വാദ്യകരമായ ഒരു പടമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ പടത്തിൽ തന്നെ ലെങ്ത് കൂടുതലാണെന്ന് കേൾക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ ലെങ്തിൽ പറയുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാടുള്ളതിലൊക്കെ നമ്മൾ വേറൊരു ലോകത്തിലെത്തുന്നതായിട്ട് ഫീൽ ചെയ്യും. ഹൃദയത്തിൽ അതേപോലെയായിരുന്നു. ഒരു ഹാഫ് കഴിയുമ്പോഴത്തേക്കൊക്കെ നമ്മൾ വേറൊരു ലോകത്തിൽ എത്തിക്കഴിഞ്ഞു. എന്താണ് ഈ പടം, എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതാണ് വിനീത് പ്രതീക്ഷിക്കുന്നത്? ഇതിലൊരു ജേണി ഉണ്ട് ചേട്ടാ. അതായത് ഒരാളുടെ ലൈഫ് നമ്മൾ ഒരു കാലഘട്ടം തൊട്ട് ഫോളോ ചെയ്തിട്ട് അതിങ്ങനെ ഏർലി 70s തുടങ്ങി, ലേറ്റ് 70s പോയി, ഏർലി 80s പോയി, പിന്നെ ലേറ്റ് 80s ടച്ച് ചെയ്ത് പ്രസൻറ്റിലേക്ക് വന്ന് അങ്ങനെ പല ഇപ്പോൾ ഹൃദയമാണെങ്കിൽ ഒരു 10 വർഷത്തെ സ്പാൻ ഓഫ് ടൈമിൽ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ കൂടെയാണ് നമ്മൾ പോയത്. ഇത് ആ സ്പാൻ ഓഫ് ടൈമും കുറച്ചും കൂടി വലുതാണ്. വേൾഡ് ശരിക്കും മാറുന്നുണ്ട്. ഇപ്പോൾ 70s നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്യുന്നത്. ഈ അപ്പു ചെയ്ത ക്യാരക്ടർ മുരളിയും പിന്നെ വേണു ധ്യാൻ ചെയ്ത ഈ 2 ക്യാരക്ടേഴ്സിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഇവരുടെ ഡ്രീം, ഇവരുടെ എന്താ പറയുക ഡ്രൈവ് ഉണ്ടല്ലോ, അത് എത്തിപ്പിടിക്കാനുള്ള ഇവരുടെ ഒരു ഡ്രൈവ്, അങ്ങനെ ഇവർ വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നത്, എന്തൊക്കെ സംഭവിക്കുന്നു അവിടെ, അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം എന്താണ് പിന്നീട് വരുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജേണി ശരിക്ക് ഉണ്ട്. അതായത് പടം തുടങ്ങിയെടുത്തുനിന്ന് തീരുമ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു സ്പേസിൽ ചെന്നിട്ട് ആ പടം നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാവൽ അത് എഴുതുമ്പോഴും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഓരോ ടെക്നീഷ്യൻസ് ഇതിനകത്ത് വന്നിട്ട് ഫോർ എക്സാമ്പിൾ ആർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ ജീവിച്ചിട്ടില്ലാത്തൊരു കാലത്തെയാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്ക് എവിടെയെങ്കിലും പോയി ലൈവായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് ഭയങ്കരമായിട്ടുണ്ട്. അതിന്ന് നമ്മൾ പ്രസൻറ്റിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി വേറൊരു എസ്തെറ്റിക്സിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ പടം ഫസ്റ്റ് ഹാഫ് ഒരു ആരിയുടെ അലക്സയിലും സെക്കൻഡ് ഹാഫ് സോണി വെനിസിലുമാണ്. രണ്ടിനും 2 ലുക്ക് ആൻഡ് ഫീലാണ്. അപ്പോൾ ഒരു പടത്തിൽ തന്നെ 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരു 10-11 പാട്ടുകൾ എന്തായാലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, അതൊക്കെ ഫീലാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള പടങ്ങളിൽ രജനി ചേട്ടന് പാട്ടുകൾ ഇഷ്ടമുള്ളതുകൊണ്ട് അത് ഫീലാണ്. അല്ലല്ല, തട്ടത്തിൻ മറയത്തിൽ മുത്തുച്ചിപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഒരു പാട്ടായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിലെത്തുമ്പോൾ അതൊരു പാട്ടായിട്ട് കേട്ടിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കഥ പറച്ചിൽ രീതിയാണത്. മ്യൂസിക്കലായിട്ട് കഥ പറയുന്നു എന്നുള്ള അത്തരം ഒരു അപ്രോച്ച് തന്നെയല്ലേ ഇതും? ഇതിൽ അങ്ങനെ ഒരു രീതിയിൽ തന്നെ ഇതും പോകുന്നത്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കാലഘട്ടം മാറുമ്പോൾ പാട്ടുകളുടെ രീതി മാറിയിട്ടുണ്ട്, സ്വഭാവം മാറിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും ഓൺ ദ ഫേസ് ആയിട്ട് ഒന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലുണ്ട്. സെക്കൻഡ് ഹാഫിൽ നിവിൻ്റെ ഒരു ഏരിയ ഒക്കെ വരുമ്പോൾ നമ്മൾ റൈറ്റ് ഓൺ ദ ഫേസ് എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു അപ്രോച്ച് മെലഡിക്കുണ്ട്. കാരണം അത് അവിടെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ എവിടെയും നമ്മൾ എന്താ പറയുക, ഒരു ബാക്ക് സീറ്റ് എടുത്ത് നിൽക്കുക എന്ന് പറയൂലേ, ആളുകൾ അത് ആസ്വദിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ പാട്ടുകൾ എൻ്റെ സിനിമയിൽ വന്നിട്ടില്ല. ഒട്ടും പുഷ് ചെയ്യാതെ പാട്ടിനെ പാട്ടായിട്ട് തന്നെ നിർത്തി അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പുവിൻ്റെ കേസിൽ ഹൃദയം കഴിഞ്ഞിട്ട് അപ്പു വേറെ പടമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ നിൽക്കുന്നില്ല, പുറത്താണ് യാത്ര കൂടുതലും. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും ഒന്നൊന്ന് തുടങ്ങേണ്ടി വരും. നമുക്കെപ്പോഴും നാടുമായിട്ട് ടച്ച് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് തിരിച്ചു പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പം എനിക്ക് കുറേ നാൾ നാട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഞാൻ ചെന്നൈയിൽ പോയിട്ട് രണ്ടാൾക്കാർ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഓർക്കണം, പിന്നെ തിരിച്ച് ലാംഗ്വേജിൻ്റെ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹിക്കപ്പ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു അപ്പുവിന്. പക്ഷേ അപ്പു ഭയങ്കര ഈസി ആയിട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവന് നമ്മളെല്ലാവരെയും ഭയങ്കര ട്രസ്റ്റ് തോന്നാൻ തുടങ്ങി. എന്നോട് മാത്രമല്ല, വിശാഖിൻ്റെ അടുത്തും. പിന്നെ സിനിമാറ്റോഗ്രാഫർ ഹൃദയത്തിൻ്റെ വിശ്വൻ തന്നെയാണ് ഇതിൻ്റെയും സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. കോസ്റ്റ്യൂം ചെയ്ത ദിവ്യ ഹൃദയത്തിലുള്ള അതേ ആളാണ്. അപ്പോൾ പിന്നെ ആർട്ട് അസിസ്റ്റൻസ്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ഡയറക്ടർ, എഡിറ്റർ, കുറേ പേര് സെയിം ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ട്രസ്റ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് പെർഫോം ചെയ്യുമ്പോൾ അവനത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അത് ചുറ്റുമുള്ള ആളുകൾ മറന്നിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കംഫർട്ട് ഉണ്ടല്ലോ, അതാണല്ലോ മെയിനായിട്ട് വേണ്ടത്. നമ്മുടെ തൊട്ട് മുമ്പിൽ ക്യാമറ ഉണ്ട്, കുറേ ആൾക്കാർ കാണാനുണ്ട്. ഈ തോട്ട് നമ്മുടെ മൈൻഡിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്ക് ആ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ആ പെർഫോമൻസിലേക്ക് ഇറങ്ങാൻ പറ്റുക. അങ്ങനെ ഇറങ്ങുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഈ പടത്തിൽ. ഡബ്ബിങ്ങിലാണെങ്കിലും ഫാസ്റ്റായി ഭയങ്കരമായിട്ട്. അപ്പം ഞാനൊരു ദിവസം സുചി ആൻറ്റീനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡബ്ബ് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് സുചി ആൻറ്റി. അപ്പോൾ വന്നു ചോദിച്ചു. എന്നിട്ട് സുചി ആൻറ്റി ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ എന്നോട് എടാ ഞാൻ വന്ന് കണ്ടോട്ടെ, ഞാൻ പറഞ്ഞു വാ എന്നിട്ട് അങ്ങനെ ഒരു ദിവസം വന്ന് കണ്ടപ്പോൾ എടാ ഇവൻ ഇത്ര സ്പീഡിൽ മലയാളം പറയുക. അടിപൊളി. അപ്പോൾ ധ്യാനിൻ്റെ കേസിൽ ധ്യാൻ ഭയങ്കര സീസൺഡ് ആയ ഒരു ആക്ടറായിട്ട് എനിക്ക് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ തോന്നിയ. അധികം കാര്യങ്ങളൊന്നും പറയണ്ട, പർട്ടിക്കുലർ സീൻസ് ഉണ്ട് ധ്യാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള. ഇമോഷണലി ഹെവി ആയിട്ടുള്ള സീനുകൾ വരുമ്പോൾ മാത്രം ദൂരെ മാറി എന്നിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരും. അല്ലാത്ത സമയത്ത് ധ്യാൻ തന്നെയാണ്. പക്ഷെ അവനും ഭയങ്കര അപ്പോൾ ഞാൻ ചോദിച്ചു എടാ നീ ഭയങ്കര ഈസി ആയിട്ട് ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ, എത്ര പടമായി സ്ഥിരം പടം. എല്ലാ ദിവസവും ഒരാൾ ഒരേ കാര്യം ചെയ്താൽ അത് എളുപ്പമാവുമല്ലോ. നന്നായി എന്ന് തോന്നുന്നുണ്ടല്ലേ ഇപ്പോ? കുറെ കൂടെ ഒരു സീരിയസ്നെസ് ഒക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ ധ്യാൻ കൊടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ പടത്തിലുണ്ട്. നമ്മുടെ പടത്തിൽ വളരെ ഇല്ലെന്നാണ് പറയണത്. വേറെ അഭിപ്രായം ഇല്ലെന്നാണ് പറയണത്. ധ്യാനെ കാണുമ്പോൾ ഞങ്ങൾ ചോദിക്കും വിനീത് ഇങ്ങനെ പറഞ്ഞു, അല്ല ഞങ്ങളുടെ പടത്തിലുണ്ട് പക്ഷെ വേറെ പടത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അനുഭവം മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ പടത്തിൽ നല്ല മെഷേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇതിൽ മറ്റേ ഓൾഡ് ഏജ് ആയിട്ടുള്ളൊരു ഭാഗം പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, ആ സമയത്തുള്ള ബോഡി ലാംഗ്വേജും ഫസ്റ്റ് ഹാഫിലുള്ള ബോഡി ലാംഗ്വേജും രണ്ടായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കത് ആർട്ടിഫിഷ്യലായിട്ടും തോന്നൂല, ഒന്നും അധികം ഇല്ല, മെഷേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അപ്രീസിയേഷൻ ആയിട്ട് ധ്യാൻ എടുക്കാം കേട്ടോ, കാരണം വിനീത് ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അടിപൊളി. അപ്പോൾ ധ്യാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് പ്രിയപ്പെട്ട സിനിമകളാണ് ഇത്. ഇപ്പം തങ്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രജീഷ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും തങ്കത്തിന് വേണ്ടി ഞാൻ അങ്ങനെ കാര്യമായ എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല. ആ സ്പേസിൽ നമ്മൾ എത്തുമ്പോൾ അവർ നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കും, അത്രയേ ഉള്ളൂ. അതൊരു ശ്യാമും അറാഫത്തും അവരെല്ലാവരും കൂടി ബ്രീഫ് ചെയ്തതിൻ്റെ കൂടെ ഞാനങ്ങ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മുകുന്ദനുണ്ണി അങ്ങനെയല്ല. മുകുന്ദനുണ്ണി എനിക്ക് ശരിക്കും വർക്ക് ഉണ്ടായിരുന്നു. മുകുന്ദനുണ്ണി ചില സീനൊക്കെ സിംഗിൾ ടേക്കിൽ ടോപ്പ് ടു ബോട്ടം പോവും. അപ്പോൾ അതിൽ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഇയാളിരുന്ന് സംസാരിക്കുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് എസ്സേ ഒക്കെ മനപ്പാഠം പഠിക്കുന്ന പോലെ അങ്ങനെ മനപ്പാഠം പഠിച്ചിട്ട് ഇപ്പം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാഫ് ഉണ്ടാവും. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫ് വെച്ച് നമുക്ക് ബൈഹാർട്ട് ചെയ്ത സാധനം പിടിക്കാൻ പറ്റും. മൂന്നിനുള്ളിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ആ ഗ്രാഫ് പിടിക്കാൻ പറ്റില്ല, മോഡുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മോഡുലേറ്റ് ചെയ്യുന്ന അബിക്ക് ഇഷ്ടമല്ല. ഇയാൾ ഭയങ്കര ഒരു മോണോ ടോണിൽ കൊണ്ടുപോകണം.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്ത സാധനം പെട്ടെന്ന് ഈസിലി പറയാൻ പറ്റില്ല. അത് ഭയങ്കര ടഫായിരുന്നു. കാരണം നമുക്ക് നാച്ചുറലി ഒരു സാധനം പിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഒരു ലോഗരിതം ടേബിളൊക്കെ പഠിക്കുന്ന പോലെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് യാതൊരു മോഡുലേഷനും ഇല്ലാണ്ട് അങ്ങനെ ഡെലിവറി ചെയ്യണം. അപ്പോൾ പിന്നെ ഡെലിവറിയുടെ ഇടയിൽ കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പാടില്ല പല സീനിലും. അപ്പോൾ അവൻ അങ്ങനെ കുറേ സ്പെസിഫിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഡയലോഗിനിടയിൽ പാടില്ല, ഡയലോഗ് കഴിഞ്ഞിട്ടേ പാടുള്ളൂ. അപ്പോൾ കുറേ സെറ്റ് റൂൾസ് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ മുകുന്ദനുണ്ണി ടാസ്ക് ആയിരുന്നു. തങ്കം എനിക്ക് ഭയങ്കര സ്മൂത്തായിരുന്നു. പക്ഷെ മുകുന്ദനുണ്ണി ഡബ്ബ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഡബ്ബിലാണ് ഞാൻ ആ പടം പിടിച്ചത്. ശരിക്കും അല്ല, പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഹൈ കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഇതുണ്ടല്ലോ, ഇതിനൊരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ സീൻ ഉണ്ടായിരുന്നു. സുരാജേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വൈഫിനോട് സംസാരിക്കുന്നത്. ഞാൻ 14 ദിവസം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഈ സീനിൻ്റെ ഡയലോഗ്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് 2 ആഴ്ച സ്ട്രെയിറ്റ്. ഈ പർട്ടിക്കുലർ സീൻ മാത്രം. കാരണം അബി അത് ടോപ്പ് ടു ബോട്ടം പോകും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതിൽ ഇയാൾ കുറേ ലോ പോയിൻറ്റ്സും സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും തെറ്റാൻ പാടില്ല. പിന്നെ അന്ന് ക്രൗഡും ഉണ്ട്, ക്രൗഡിൻ്റെ മുമ്പിൽ വെച്ച് തെറ്റാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടല്ലോ. അപ്പോൾ തെറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചാൽ കിട്ടൂല. അവൻ നടുവിൽ കട്ട് ചെയ്യാനും ഇഷ്ടമല്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡെയിലി രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അത് ഡെലിവറി ചെയ്തപ്പോൾ സിംഗിൾ ടേക്കിൽ അതങ്ങ് ഡെലിവറി ചെയ്തു. അപ്പോൾ ഞാൻ ടേക്ക് കഴിഞ്ഞ് ചെന്നപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്തല്ലോ. അപ്പോൾ തങ്കം ഇതൊന്നുമില്ലായിരുന്നു, ഭയങ്കര സ്മൂത്തായിരുന്നു. പക്ഷെ അതിൽ ആ ഹാങ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഈ കഴുത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിടിമുറുകുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. അപ്പുറത്ത് ഉള്ള ആൾക്കാർ പിടിക്കുന്നുണ്ട്, പക്ഷെ നമുക്കിവിടെ ഒരു ടൈറ്റ്നെസ് കിട്ടും. അപ്പോൾ അതും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരന് ഇതുപോലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ ആ സീൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് അവർ ഷൂട്ട് ചെയ്തതാണ്. 2-3 ദിവസം ഷൂട്ട് ചെയ്തു. ഈ റീകോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരനെ പറ്റിയിട്ടാണ് ആ സീൻ ചെയ്യുമ്പോഴൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹാങ് ഓവറും ഉണ്ടാക്കിയ സിനിമയായിരുന്നു അത്. ഈ പ്രണയം പറയുന്ന സമയത്ത് ഈ പ്രണയം അനുഭവിക്കുന്നവർ മറ്റൊരു തരത്തിലും ദൂരെ നിന്ന് നോക്കിക്കാണുന്നത് അവരെ മറ്റൊരു രീതിയിലുമാണ് കാണുന്നത്. സിനിമയിൽ പറയുമ്പോഴും അങ്ങനെ ദൂരെ നിന്ന് കാണേണ്ടി വരുന്ന പ്രേക്ഷകരുണ്ടാവും, ഉള്ളിലേക്ക് പോകാൻ കഴിയാത്ത. ഇപ്പോൾ ആടുജീവിതം ഇറങ്ങുമ്പോൾ പോലും മരുഭൂമിക്കകത്ത് പെട്ടുപോകാത്ത ആൾക്കാരും ഉണ്ട്. നമ്മളൊക്കെ മരുഭൂമിയിൽ പെട്ടവരാണ്. അതേപോലെ ഈ പ്രണയത്തെ ദൂരെ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ക്രിഞ്ചായി തോന്നാവുന്ന, പൈങ്കിളിയായി തോന്നാവുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. പക്ഷെ അനുഭവിക്കുന്നവരോ ഉള്ളിൽപ്പെട്ടവരോ ഒക്കെ അത് സുഖമായിട്ടാണ് അനുഭവിക്കുന്നത്. ഈ എഴുതുന്ന സമയത്ത് ഇത്തരം ഒരു സാധനം ആലോചിക്കാറുണ്ടോ? ഈ പുറത്തു നിന്നുള്ള കാഴ്ചക്കാരോ വിമർശകരോ ഒക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട് ചില പൈങ്കിളി എന്ന് തോന്നാവുന്ന ഡയലോഗ്സുകളൊക്കെ നമുക്ക് പറയേണ്ടി വരും. ആ സിറ്റുവേഷൻ അത് ഭയങ്കര രസമായിരിക്കും. ഇല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ കലയിലേക്ക് വരുമ്പോഴോ പുറത്തൊരു ഇങ്ങനെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കാതെ അതിനെ ഭയങ്കരമായിട്ട് അതിനെ ബുദ്ധിജീവിതരവ് കാണിച്ച് കുളമാക്കാൻ ശ്രമിക്കും. പക്ഷേ സത്യത്തിൽ അതൊരു പൈങ്കിളി എഴുതണം എന്ന് തോന്നി അങ്ങനെ തന്നെ എഴുതാനുള്ള ഒരു ധൈര്യമൊക്കെ വിനീതനുണ്ടോ? എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തട്ടത്തിൻ്റെ സമയത്ത് ഞാനിത് ഭയങ്കരമായിട്ട് ആലോചിക്കുമായിരുന്നു ചേട്ടാ. അതായത് ആണും പെണ്ണും തമ്മിൽ ഒരു പരിധി കൂടുതൽ റൊമാൻസ് അവർ വേർബലി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ തിയേറ്ററിൽ കൂവും. അതുകൊണ്ട് ഇവർ തമ്മിൽ അധികം സംസാരിക്കേണ്ടെന്ന് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പടം വീണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ പടത്തിന് വലിയ കേടുപാടില്ലാണ്ട് അത് പോയത്. ഹൃദയം പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ശരിക്കും ഈ ക്യാരക്ടേഴ്സ് ചില കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ അവരുടെ ഉള്ളിൽ അതുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ദർശന ചോദിക്കുന്നുണ്ടല്ലോ, അന്ന് ഞാൻ നിന്നോട് ക്ഷമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരുമിച്ചുണ്ടാവുമായിരുന്നോ? അത് സ്നേഹിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ എനിക്കറിയുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. അന്ന് ഞാൻ അത് വേണ്ട, ഇതൊരു വലിയ പ്രശ്നമാക്കി എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ, നമ്മളിപ്പോഴും ഒരുമിച്ചുണ്ടാവോ? അപ്പോൾ അതൊക്കെ പറഞ്ഞാലേ കാര്യമുള്ളൂ. അപ്പോൾ ഹൃദയത്തിൽ പറയേണ്ട പല കാര്യങ്ങളും അത് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അത് കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. അത് സട്ടിലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഭയങ്കര പേഴ്സണലായിട്ട് ആ സിനിമയെ കാണുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ലൈഫിൽ എക്സ്പീരിയൻസ് വേറൊരു രീതിയിലാവുമ്പോഴും ഒക്കെ അതിനെ വേറൊരു രീതിയിൽ കണ്ട ആൾക്കാരുണ്ട്. റൊമാൻറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും പേഴ്സണൽ ആയിരിക്കും. അത് പെട്ടെന്ന് ഡേറ്റഡ് ആവുകയും ചെയ്യും. പണ്ട് ആൾക്കാർ കത്ത് എഴുതുമായിരുന്നല്ലോ, അത് ക്രിഞ്ചായി. പിന്നെ സിനിമയിൽ മരം ചുറ്റി പ്രേമം ഉണ്ടായിരുന്നു, അത് ക്രിഞ്ചായി. റൊമാൻറ്റിക് എക്സ്പ്രഷൻ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ കംപ്ലീറ്റ്ലി ഇത് എക്സ്പ്രസ് ചെയ്യാണ്ടാവോ
എന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആവില്ലായിരിക്കും. കാരണം ഇപ്പോൾ ഈ ഒരു 2 വർഷമായിട്ടാണ് ഞാൻ കൊച്ചിയിലൊക്കെ ആണും പെണ്ണും തോളത്ത് കൈയിട്ടിട്ട് നടക്കുന്ന കാഴ്ച കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പോൾ റൊമാൻറ്റിക്കലി ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. സോ മേ ബി ഒരു 5-10 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ക്രിഞ്ചല്ലാതാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. അറിയില്ല. അത് ഒരുപക്ഷെ ഫോൺ വഴിയൊക്കെ കൂടുതൽ ആൾക്കാരൊക്കെ അത്തരത്തിൽ വളരെ ആഴത്തിൽ തന്നെയാണ് ഇത് ഹ്യൂമറസ് ആക്കിയ ആൾക്കാർക്ക് ഓക്കെയാണ്. ഈ അതെ 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 ഇവർ പൈങ്കിളിയായിട്ട് പറയുന്ന സാധനങ്ങൾ ഹ്യൂമറസ് ആക്കിയ ആൾക്കാരത് എൻജോയ് ചെയ്യും. അതെ അതെ. പക്ഷെ അതെങ്ങനെയാണോ അതങ്ങനെ പോർട്രേ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അതിനോടൊരു പ്രശ്നമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 സുഹൃത്തുക്കളുടെ കഥയാണ്. ഇതിൽ റിലേഷൻഷിപ്സ് ഉണ്ട്, റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഉണ്ട്. പക്ഷേ അതിലല്ല സിനിമ ബേസ് ചെയ്തിട്ടുള്ളത്. അത് കടന്നു പോകും. പക്ഷേ നമ്മൾ പറയുന്നത് ഈ കൂട്ടുകാരുടെ കഥ തന്നെയാണ്. അപ്പോൾ ഇതിൽ മിക്കവാറും ക്രിഞ്ച് അപവാദം കുറവായിരിക്കാം. ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ കാണാത്ത ക്രിഞ്ച് ഇനി കണ്ടുപിടിച്ചോണ്ട് വരുമെന്ന് അറിയില്ല. ഞാനായതുകൊണ്ട് ഇങ്ങനെ നോക്കും അവർ. വിശാഖിനോട് ചോദിക്കാം, വിശാഖ് എങ്ങനെയുണ്ട്, ഇത് എങ്ങനെയായിരിക്കും, ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവുമോ? കുഴപ്പമില്ലല്ലേ? ഞാൻ പടം ഒരു 3-4 ദിവസം മുമ്പ് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് തോന്നിയ പടം. കാരണം എനിക്ക് ഹൃദയം കണ്ടപ്പോൾ ഇതേപോലെ വിനീതിനെ കണ്ടു. അവസാനം കണ്ടപ്പോൾ നമ്മൾ ഒരു ഹഗ്ഗുണ്ട്. കാരണം ഈ നമ്മൾ ഒരു 1 year 2 yearsൻ്റെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റ് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. സോ ബേസിക്കലി പിന്നെ വിനീതിൻ്റെ അടുത്ത് എനിക്ക് തോന്നിയ 1-2 സജഷൻസ് എല്ലാം പറയുമ്പോൾ പുള്ളി അത് കേൾക്കണ ആളാണ്. ഒരിക്കലും അല്ല എൻ്റെ അത് അങ്ങനെയല്ല, എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഇങ്ങനെയാണെന്നല്ല. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ എല്ലാം ഒപ്പീനിയൻ എടുത്തിട്ട് പിന്നെ വിനീത് ഒരു അങ്ങനെ എടുക്കുന്ന ഒരാളാണ് മൊത്തത്തിൽ. സോ എൻ്റെ അഭിപ്രായങ്ങൾ പടം കണ്ട് പറഞ്ഞിട്ടുമുണ്ട്, അതിൽ കുറേ അഭിപ്രായങ്ങൾ എടുത്തിട്ടുമുണ്ട്. വിശാഖ് പറഞ്ഞിട്ട് ഞാനൊരു സീൻ ട്രിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ രഞ്ജേട്ടൻ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയലോഗ് ഉണ്ടായിരുന്നു, വിനീത് ഇത് വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, രഞ്ജേട്ട അത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. വിനീത കഥാപാത്രം ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കും, നാട്ടുകാർ കണ്ട ക്രിഞ്ച് എന്ന് പറയുമ്പോഴാണ് ഞാൻ തൂക്ക്. അങ്ങനെ ഒരു ഭയപ്പെടുത്തലുണ്ടല്ലേ ഇതിനകത്ത്? അല്ലല്ല, അവരെല്ലാവരും, എനിക്ക് ആ പ്രശ്നമില്ല. കാരണം നമുക്ക് ഓൾറെഡി ഒരു പേരായി കഴിഞ്ഞാൽ ഇനി ലൈസൻസ് അത് നമ്മൾ എടുത്തിടുക മാത്രമേ ഉള്ളൂ, എളുപ്പമാണ്. പക്ഷെ എനിക്ക് വേണ്ടി ചിന്തിക്കുന്ന ക്രൂ ഉണ്ട്. അപ്പോൾ ഈ വിനീതിന് ചുറ്റും നിൽക്കുന്നവരല്ലേ, ഇപ്പോൾ ചുറ്റും നിൽക്കുന്നവരെന്ന് പറയുമ്പോഴും ഈ വിനീതിൻ്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അധികം അത്യാർത്ഥിയോടുകൂടി ഓടി നടന്ന് പരിപാടികൾ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. വളരെ സൈലന്റ് ആയിട്ട് ബുദ്ധിപരമായി നീങ്ങുന്നുണ്ട്, ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴും ഈ സൈലന്റ് ആയിട്ടുള്ള ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അത് പറയണോ അതിൻ്റെ ഇടയ്ക്ക്? പക്ഷേ ബുദ്ധിയല്ല, പലപ്പോഴും പേടിയാണ് ചേട്ടാ. കാരണം ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തിട്ട് വീഴുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയാണ്. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ തന്നെ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇത് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അതൊരു സ്ട്രാറ്റജിയാണ്. വിനീതിൻ്റെ അത്തരം സ്ട്രാറ്റജീസ് വിജയിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഒരു ഗ്രീഡൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ച് പോയാൽ മതി എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഫാമിലി ആയിട്ടുള്ളൊരു കണക്ഷൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ടൈം ഫാമിലിയുമായിട്ട് കൂടുതൽ വിനിയോഗിക്കണമെന്നുള്ളതുകൊണ്ടാണോ വലിയൊരു ഹൈപ്പിലേക്ക് വിനീത് പോകാത്തത്, ഇല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കാത്തത്? ഹൈപ്പ് ആക്ച്വലി ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം ഹൈപ്പ് ഉണ്ടാവാൻ. അതിന് മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഒരു സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇത് അങ്ങോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് പോയാൽ ഓക്കെയാണ്, അങ്ങോട്ട് പോയാൽ തീർന്ന്. ആ പേടിയാണ് മെയിനായിട്ട്. അപ്പോൾ ഇറങ്ങട്ടെ. കാർത്തിക് സുബ്രാജിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പടം പേസണോ. പടം ഇറങ്ങി ഓക്കെ ആണെങ്കിൽ ആൾക്കാർ, അതൊരു വേർഡ് ഓഫ് മൗത്തിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഹൈപ്പ് വേറെ ഇല്ല. അത് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ആ ഹൈപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടുമ്പോൾ അങ്ങനെ ഓടിയ സിനിമകൾ നമുക്ക് ഉദാഹരണങ്ങളുണ്ടല്ലോ. കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഇടയിൽ തന്നെ 2018 കണ്ണൂർ സ്ക്വാഡ് എല്ലാം ഇറങ്ങി ആളുകൾ പറയട്ടെ എന്നുള്ള കോൺഫിഡൻസിൽ ഇറക്കിയ പടങ്ങളാണല്ലോ. ഇപ്പോൾ നമ്മൾ കാലാവസ്ഥ നല്ലതാണ്, നമ്മുടെ പടങ്ങൾ പലതും പുറത്തും വിജയിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു കാലാവസ്ഥയിലാണ് ഈ പടം വരുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്, ഭയങ്കര പോസിറ്റീവാണ്. അതെ, ഓഡിയൻസ് ഒക്കെ തിയേറ്ററിനകത്തേക്ക് കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ബുക്കിംഗ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്തിലൂടെ പോകുന്നത്. നമ്മുടെ ഈ വർഷം തുടക്കം മുതൽ ഇതുവരെ നമ്മൾ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതും ഓക്കെ ആവും എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ തന്നെ തിയേറ്ററിൽ പോകാമല്ലേ? തിയേറ്ററിൽ പോവാം എന്നുള്ളതാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. അപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവരും വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അതിനുള്ളതൊക്കെ വിനീത് ഒരുക്കി വെച്ചിട്ടുണ്ടാവും.
ഇല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ വിശ്വസിക്കാം. പണിയെടുത്തിട്ടുണ്ട്. ആ. ബാക്കി കാണുന്ന ആൾക്കാർ പറയട്ടെ. തീർച്ചയായിട്ടും സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ താങ്ക് യു സോ മച്ച്.